ചില പടങ്ങളിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന വ്യത്യസ്തതകളാണ്. ചിലതിൽ കഥയിൽ ഓൾറെഡി ഉണ്ടാവുന്ന വ്യത്യസ്തത ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇതിൽ ഡയറക്ടർ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണത്. ഞാൻ ഒരിക്കലും എന്റെ സ്വഭാവം നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലീസ് ക്യാരക്ടറിൽ നിന്ന് വളരെ മിതമായിട്ട് സൗമ്യനായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണത്. ഞാൻ ഉണ്ടയിൽ ചെയ്തിരുന്ന കുറച്ച് അഗ്രസീവായിട്ടുള്ളൊരു ഛത്തീസ്ഗഡിലേക്കൊക്കെ പോകുന്ന പോലീസ് ക്യാമ്പിൽ നിന്ന് പോകുന്ന പോലീസുകാരനായിരുന്നു. ക്രിസ്റ്റഫറിലെ കുറച്ചും കൂടി നെഗറ്റീവ് ഷെയ്ഡുള്ള, കുറച്ച് തമാശയൊക്കെ പറയുന്ന, ഫണ്ണി ആയിട്ടുള്ള, എന്നാൽ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുള്ള ഒരു പോലീസുകാരനായിരുന്നു. തല്ലുമാലയിലാണെങ്കിൽ കുറച്ച് ഇടി ബഹളവും ആയിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു. ഇതാണെങ്കിൽ പിള്ളേര് ഭയങ്കര ഇഷ്ടമുള്ള, അല്ലെങ്കിൽ പിള്ളേരോട് ഭയങ്കര സൗമ്യമായിട്ടും. ടീച്ചർ വന്നിട്ട് മിൻസിയുടെ ക്യാരക്ടർ ഒരു സ്കൂളിലെ ടീച്ചറാണ്, കണക്കെടുക്കുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ പിള്ളേര് വരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പരാതി വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, പിള്ളേരല്ലേ, ചെറുപ്പക്കാരല്ലേ, ഒരു സ്നാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ സീരിയസ് ആവുന്ന സമയത്ത് സീരിയസ് ആവുന്നു. അതാണ് അതിൻ്റെ വ്യത്യസ്തത. പിന്നെ കൊച്ചിയിലെ ഹോട്ടലിൽ നടക്കുകയായിരുന്നില്ല, ആക്ച്വലി ചാട്ടവും ഓട്ടവും ഒക്കെ ആയിരുന്നു എല്ലാവരും കൊച്ചിയിലെ. വിൻസിയുടെ കഥാപാത്രങ്ങൾ പല സിനിമയിലും വെറൈറ്റി കഥ. ഈ ടീച്ചർ എന്നൊരു കഥാപാത്രം ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. ടീച്ചർ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ആഡിൽ ചെയ്തിട്ടുണ്ട്, ബോണി ചേട്ടനായിട്ടുള്ള ഒരു ആഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ. അമ്മ ടീച്ചറല്ലേ? അമ്മ ടീച്ചറല്ലേ? എന്റെ അനിയത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് LKG-യില്, UKG-യിലാണോ വിജയമാതയിൽ. രണ്ടുപേരും അമ്മമാരും ടീച്ചറാണ്. അപ്പൊ ഈ ഒരു കഥാപാത്രത്തിൽ സ്വന്തം അമ്മ എത്രമാത്രം ഇൻവോൾവ് ആയിട്ടുണ്ട് ടീച്ചർ എന്ന്? ഇല്ല, അതിൽ ഇൻവോൾവ് ആയിട്ടില്ല. കാരണം അമ്മ കുറച്ചും കൂടെ മറ്റിങ്ങനെ ആയിട്ടുള്ള ടീച്ചർ ആയിരുന്നു. ഇപ്പൊ ഭയങ്കര സോഫ്റ്റ് ആണ്, പക്ഷെ ആയിരുന്നു. പക്ഷെ ഈ ടീച്ചർ അങ്ങനത്തെ അല്ല. ഈ ടീച്ചർക്ക് കുറച്ച് ക്ലാസ്സിൽ കുട്ടികൾ കയറുന്നില്ല, മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ട് കയറുന്നില്ല. പകരം സാറിൻ്റെ അവിടേക്കാണ് കുട്ടികൾ ഓടുന്നത്. അതിൻ്റെ ഒരു വിഷമം എന്നേ ഉള്ളൂ. ബാക്കി നല്ല കുട്ടികളെ അത്യാവശ്യത്തിന് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. എൻ്റെ അമ്മ വേറൊരു ടൈപ്പ് ഓഫ് ടീച്ചറാണ്. ഈ മക്കളെ കുറച്ച് അടിച്ചു ഒരു ടീച്ചറാണ് ഞാൻ കണ്ടിടത്തോളം. എനിക്ക് കുറേ അടിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കാത്തല്ല, കുരുത്തക്കേട് കാണിക്കുന്നത്. വിൻസി എന്നൊരു ആക്ട്രസ് കഴിവ് ഓൾറെഡി ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചൊരു കഥാപാത്രം, നല്ല നല്ല കഥാപാത്രങ്ങൾ എത്തിച്ചൊരു ആക്ട്രസ്സാണ് താങ്കൾ. ഇപ്പം ചൂസ് ചെയ്യുന്ന കഥാപാത്രം, ചൂസ് ചെയ്യുന്ന സിനിമകളായ അതുപോലത്തെ സിനിമകളാണ്. അപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതായത് സ്വന്തം അഭിപ്രായങ്ങൾ വെളിപ്പെടുത്തി പറയുമ്പോൾ എനിക്ക് കിട്ടാനുള്ള അവസരങ്ങൾ കുറയുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും പോയിട്ട്? റിഗ്രറ്റ്, അവസരങ്ങൾ കുറയുന്നതിനൊന്നും റിഗ്രറ്റ് അങ്ങനെ തോന്നിയില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആർക്കൊക്കെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് റിഗ്രറ്റ് തോന്നാറുള്ളത്. അല്ലാതെ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് റിഗ്രറ്റ് പലപ്പോഴും കുറയോ അങ്ങനെയൊന്നുമില്ല. വരേണ്ടത് വരും, പോകേണ്ടത് പോകും എന്നുള്ളൊരു. For every student, teacher is the first crush. In this film, mostly everyone comes to you and talk to you, like they're very close. Okay, so like, did you feel anything special, like connected to your mom with that thing, like about crush? ഞാൻ മലർ മിസ് ടൈപ്പ് ഒന്നുമല്ല. So, do you have any teacher crush? Yeah, I have a teacher crush in 4th standard. വിജയമാതയിൽ പഠിപ്പിക്കുന്നത് ആണ് ടീച്ചർ. കണക്കെടുക്കാൻ വന്ന ടീച്ചറാണ്. ടീച്ചർ വന്ന് ക്ലാസ്സിൽ കയറി വഴിക്ക് 4x5, 6x8 അങ്ങനെയാണ് ചോദ്യം ചോദിച്ചോളൂ. അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അന്ന്. പക്ഷെ ഉത്തരം പറഞ്ഞ കാരമിൽക്കിന്റെ ഒരു മിഠായി ഇല്ല അന്നത്തെ, കണ്ടിട്ടുണ്ട്, അത് തരുമായിരുന്നു. എനിക്ക് കണക്കൊന്നും അറിയില്ല, കണക്ക് ഇഷ്ടമല്ല. പക്ഷെ ആ ടീച്ചർ വന്നിട്ട് ടീച്ചറിന്റെ ഒരു ഇമേജ് പിള്ളേരുടെ ഇടയിൽ ടീച്ചറിനെ തന്നെ നമ്മൾ നോക്കിയിരുന്നു പോകും. അത് കണക്ക് പഠിക്കാനായിട്ടല്ല, എന്താണെന്നറിയില്ല, ടീച്ചറുടെ ബിഹേവിങ്ങും ടീച്ചറുടെ പെരുമാറ്റവും ടീച്ചറുടെ കുസൃതിയും അല്ലെങ്കിൽ ടീച്ചറുടെ ചോദ്യം ചെയ്യലും പിന്നെ ആ ജെന്യൂനിറ്റി. ഇപ്പോൾ ഉത്തരം പറഞ്ഞ മിഠായി തരാമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ മിഠായി തരും.
അങ്ങനെ ആർക്കൊക്കെ മിഠായി വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സുമിത്ത് എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ ടീച്ചർ എനിക്ക് മിഠായി വേണം, നമ്മളങ്ങനെ കൈവന്നിച്ച് ചോദിക്കില്ലല്ലോ, ഉത്തരം പറഞ്ഞാലേ കിട്ടുള്ളൂ. ഇത് വെറുതെ ആർക്കും മിഠായി വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പയ്യൻ മാത്രമേ ചോദിച്ചു, കൈ പൊക്കിയുള്ളൂ. അവൻ പറഞ്ഞു അപ്പോൾ ടീച്ചർ ചെയ്ത് മിഠായി വേണ്ട 5 സ്റ്റാർ, അവന് കറക്റ്റായിട്ട് 5 സ്റ്റാർ കിട്ടി. അപ്പോൾ നമ്മൾ അന്നാണ് അതൊക്കെയായിരിക്കും ആ ടീച്ചറുടെ പ്രത്യേകത. പിന്നീട് ആ വിജയമാതയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കൊല്ലമൊക്കെ മാക്സിമം ഒരു ടീച്ചർ ഉണ്ടാവുള്ളൂ അല്ലേ, പിന്നെ ആ ടീച്ചർ കണ്ട് മാറിപ്പോകും പ്രൈവറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ക്രഷ് ഉണ്ടായി. ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത അല്ലാതെ അല്ല, ഇതില് നമ്മളല്ലാതെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്തവരുണ്ട്. ഇപ്പൊ അനഘ ഇൻഡിപെൻഡന്റ് ആയിട്ട് സൊസൈറ്റി ഇത് വരാറുണ്ട്, പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു project മലയാളത്തിൽ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് ഏഞ്ചൽ 16 എന്ന് പറഞ്ഞ പടം ചെയ്തത്. അതിൽ ഡാഡി കോ പ്രൊഡ്യൂസർ ആയിരുന്നു. അതും തെലുങ്ക് തന്നെ. കാരണം തെലുങ്കില് വളരെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ അവർക്ക് എല്ലാ പ്രൊഡക്ഷനും ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ചെയ്യാൻ പറ്റാറില്ല, പറ്റുന്ന അവസ്ഥയിലല്ല. അപ്പോൾ മലയാളത്തിൽ താരതമ്യേന ബഡ്ജറ്റ് കുറഞ്ഞ പടങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അല്ലേ വൈ യു കമ്മിങ് ബഡ്ജറ്റ് അല്ലേ, ഗുഡ് ആക്ടേഴ്സ്, ഗുഡ് ക്രാഫ്റ്റ്. ടെക്നിക്കലി തെലുങ്ക് മൂവീസ് ഇസ് വെരി ഹൈ. ഞാൻ പറയുകയാണെങ്കിൽ ഹിന്ദി പടങ്ങളെക്കാളും ടെക്നിക്കലി അവർ വളരെയധികം മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ്. നമ്മൾ ബഡ്ജറ്റ് രീതിയിൽ നമ്മളുടെ ഇടയിലുള്ള ആളുകളുടെ കഥ പറയും, അവര് വലിയ വലിയ കഥകൾ പറയും. അത് നമ്മുടെ ബഡ്ജറ്റും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ആദ്യം മുതൽ മലയാളത്തിൽ ആക്ടേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന രീതിയാണ് കൂടുതൽ. അവർ ടെക്നിക്കലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ലൈക്ക് ഇൻ തെലുഗു ബാലകൃഷ്ണ നാനി. ബാലകൃഷ്ണ ബാലയ്യ സാറാണ് നമ്മളോട് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഞാനിയൊക്കെ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അതായത് അധികം സംസാരം ഇല്ല. അവർ കുറച്ചും കൂടി ക്യാരക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ഇരിക്കാൻ നോക്കും, കൂടുതൽ സംസാരങ്ങളിലേക്ക് വരും. പക്ഷെ ബാലയ്യ സാറ് ഈ പറഞ്ഞ പോലെ ഷോട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് നമ്മളായിട്ട് സംസാരിക്കും. അച്ഛൻ്റെ കാലം മുതലുള്ള കഥകൾ പറയും, അച്ഛൻ്റെ മുതൽ പുള്ളിയുടെ മകൻ്റെ കഥകൾ വരെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഷെയ്ൻ, Your name in Telugu is Junior Balakrishna. You know that? But the energy you have. പക്ഷെ ചാക്കോ ഗാരു എന്നാണ് വിളിക്കുന്നത്, ചാക്കോ ഗാരു. ഷെയ്ൻ, ഇപ്പോൾ പറഞ്ഞ പോലെ മലയാളത്തിൽ നല്ല നല്ല കണ്ടന്റുകൾ വരുന്ന സിനിമകൾ വരുന്നൊരു ഇൻഡസ്ട്രിയാണ് മലയാളം. കണ്ടന്റ് വൈസ് ആയാലും ക്രിയേറ്റീവ് വൈസ് ആയാലും കുറച്ചുകൂടെ കെയർഫുൾ ആവുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് മലയാളം. പക്ഷേ അതേ മലയാള ഇൻഡസ്ട്രി തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു പേരിൻ്റെ പേരിൽ പോലും ഒരു സിനിമ വെളിയിലോട്ട് വിടാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ പുറത്ത് പറയാൻ പോലും പറ്റില്ല. ഒരു പേരിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ സെൻസർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ. എന്നാൽ പറയാം, എന്നാൽ നടപ്പിലാകത്തില്ല. ആർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇവിടെ എന്ത് ആവാം എന്നൊരു രീതിയിലേക്കുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പം കലാകാരനായിട്ടും അതിൽ ഇങ്ങനെ ലോക്കായിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് എപ്പോഴാണ് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ സിനിമയുടെ ജാനകി എന്ന പേര് കാരണം ആ സിനിമ വെളിയിലോട്ട് ഇറക്കുന്നില്ല, സെൻസർ ബോർഡ് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഒരു സിനിമ എന്ത് കാണണം, എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കുന്നത് ഒരു 1-2 പേരല്ലല്ലോ. ഇപ്പോൾ ഒരു തിയേറ്റർ അല്ലെങ്കിൽ OTT പോലത്തെ പ്ലാറ്റ്ഫോംസിലൂടെ എല്ലാവരും എല്ലാ തരം സിനിമകളും കാണുന്നതാണ്. അപ്പോൾ ഒരു പേരിൻ്റെ പേരിൽ, ഒരു മതത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരുണ്ട് അതുകൊണ്ട് ഈ സിനിമ വെളിയിൽ വിടരുത്, അല്ലെങ്കിൽ പേര് മാറ്റിയാൽ സീതയുടെ പേരിൽ രാമത്തിനുള്ളല്ലേ. അത് ഒരു സംസ്കാരമല്ലേ, ഒരു നാടിലത്തെ ഒരു വ്യക്തിയുടെ പേരായിരുന്നല്ലേ. അതെ, അത് ഈ സീത ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇല്ല. അല്ലെങ്കിൽ ജാനകി ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ക്യാരക്ടർ അല്ലേ. അതെ, അല്ലെങ്കിൽ ഒരു വൈഫ് ഓഫ് രാമ. അല്ല, ശരിക്കും സിനിമ എന്ന് പറയുന്നത് ഹിന്ദു നദി സംസ്കാരം എന്നാണ് പറയുന്നത്. സംസ്കാരമാണ് ആക്ച്വലി. അല്ല, ശരിക്കും സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ജാതി മത വർഗ നിറ വ്യത്യാസമില്ലാതെ പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ടുള്ളൊരു കലാരൂപമാണ് സിനിമ എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതിന് പോലും ഇങ്ങനെ ഒരു വിലക്ക് വരുമ്പോൾ ഞാനിവിടെ പറഞ്ഞതുകൊണ്ടും അവർ സെൻസർ തരാനും പോകുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. നിങ്ങൾ
വെറുതെ ഒരു controversy അല്ല ശരിക്കും അല്ല കോൺട്രവേഴ്സിക്കല്ല, കാരണം എനിക്കിതിൽ വല്ല അധികാരം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലാണെങ്കിൽ പോലും മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ മാറ്റേണ്ട സമയവും മാറ്റപ്പെടേണ്ടവരെ എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നെ മാത്രമാണ്. അതെ. അപ്പോൾ മറ്റുള്ളവരെ എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് നമ്മളെ മാറ്റി മുന്നോട്ട് പോവാന്നുള്ളതാണ്. കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞാലും പറയാതെയും മനസ്സിലാവേണ്ട ആൾക്കാരാണ് അല്ലേ? അതെ, നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ കാണാനാണ് താല്പര്യം. തീർച്ചയായും. അപ്പൊ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാവുന്നതും അതിന്റെ പേരിൽ തല്ലാവുന്നതും ഒക്കെ ഉണ്ടാക്കാതിരിക്കുകയല്ലേ വേണ്ടത് ആക്ച്വലി. അതായത് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കാതിരിക്കുക എന്നുള്ളതും കൂടി ചെയ്യണം. അല്ല ഇതേ കോൺട്രവേഴ്സി നമ്മളൊരു കാര്യം സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ അടക്കി സംസാരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ വരും തലമുറയ്ക്ക് പോലും കൺഫ്യൂഷൻസ് ഉണ്ടാക്കും ഇങ്ങനത്തെ സംസാരങ്ങൾ. അതാ പറയാ, കാരണം ഇങ്ങനെ ഒരു കേൾക്കുന്ന ഒരാൾക്ക് കേൾക്കുന്ന ഏതൊരാൾക്കായാലും നമുക്ക് തന്നെ തോന്നും ഒരു പേരിന്റെ പേരിലൊക്കെ ഇങ്ങനെ നടക്കുമോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. കാരണം ഫ്യൂച്ചർ ആയാലും നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നതാണല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്, അല്ല കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ടല്ല. പടത്തിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ? പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്ലോ ഫേസിൽ പോയി ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ അവസാനിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൊ ജൂലൈ 11-ാം തീയതി തെലുങ്കിലും കന്നഡയിലുണ്ടോ? മലയാളം തെലുങ്ക് മാത്രം. ഒരു നല്ല സിനിമയായിരിക്കും. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ വേറെയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരാണ് പിന്നെ നമ്മുടെ പുതുമുഖങ്ങൾ. അപ്പോൾ അവർക്കൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും, സിനിമയിലൂടെ ഒരു അടിപൊളി ബ്രേക്ക് ത്രൂ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കാണ് ഈ ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിനിമയാണിത്. അപ്പോൾ എല്ലാവരും പോയി കാണണം, സിനിമയെ സപ്പോർട്ട് ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ പറഞ്ഞ പോലെ ജൂലൈ 11-ന് മൂവിയുടെ ക്രാഫ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോയി കാണണം എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്.